പശ്ചിമ ജലപാതയുടെ പണി പൂർത്തിയായ വേളി മുതൽ കഠിനംകുളം കായൽ വരെയുള്ള ഭാഗം, ആ ഭാഗത്തുകൂടെ എങ്ങനെയുണ്ടെന്ന് കണ്ടത് സോളാർ ബോട്ടിൽ ന്യൂസ് 18 സംഘം നടത്തിയ ആ യാത്രയിലേക്ക്. സുന്ദര കാഴ്ചകൾ കണ്ട് ഓളപ്പരപ്പിലൂടെ ഒരു യാത്ര. ഇന്ന് വേളി മുതൽ കഠിനംകുളം വരെയാണ് നമ്മുടെ യാത്ര. വേളിക്കായൽ നിന്നും ആരംഭിച്ച യാത്ര പാർവതി പുത്തനാറിന്റെ കൈവഴികളിലൂടെ ഇങ്ങനെ കടന്നുപോകുന്നു. ചുറ്റും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയങ്ങളാണ്. ദേശാടന പക്ഷികളുടെ സാന്നിധ്യമാണ്. അപൂർവ കാഴ്ചയൊരുക്കി അവ തുരുത്തുകളിൽ നിലകൊള്ളുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ജലപാതയ്ക്ക് ജീവൻ വയ്ക്കുമ്പോൾ ആ സന്തോഷം നാട്ടുകാരും മറച്ചുവെക്കുന്നില്ല. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഈ കൊച്ചിയിലെ വ്യാവസായിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൊച്ചിൻ റിഫൈനറി എന്നുള്ള പെട്രോളിയം പ്രോഡക്ട്സ്, ഇത് കഴിയുന്നത്ര ജലപാത വഴിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചവറ KMML അവിടെ 200 ടൺ ഹൈഡ്രോക്ലോറിക് ആസിഡും ഫർണസ് ഓയിലും ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഇത് പാത വഴി കൊണ്ടുവരിക, ജലപാത വഴി കൊണ്ടുവരികയാണെങ്കിൽ അത്രയും ടാങ്കർ ലോറികളുടെ റോഡ് വഴിയുള്ള ഗതാഗതം നമുക്ക് ഒഴിവാക്കാൻ വെക്കും. ഇതേ രീതിയിൽ കനാൽ പാത വികസിപ്പിക്കുന്നതനുസരിച്ചിട്ട് പല സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ആസിഡ്, അതുപോലെയുള്ള ഹസാർഡസ് കെമിക്കൽസ്, അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സ്, ഇതെല്ലാം കനാൽ വഴിയാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. യാത്ര ഇങ്ങനെ നീണ്ട് കഠിനംകുളം കായലിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകൾ. പശ്ചിമതീര ജലപാതയുടെ ആദ്യഘട്ടമായി കോവളം മുതൽ ചാവക്കാട് വരെയുള്ള 308 കിലോമീറ്ററാണ് സഞ്ചാരയോഗ്യമാക്കുന്നത്. സിയാലിന്റെ സോളാർ ബോട്ട് വേളി മുതൽ വർക്കല വരെ പരീക്ഷണ ഓട്ടം നടത്തുന്നുണ്ട്. വൈകാതെ വിനോദസഞ്ചാരികൾക്കായി ബോട്ട് സർവീസ് ആരംഭിക്കും. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളം വിനോദസഞ്ചാരികളുടെ പർദീസയാകുന്നത് ഈ കാഴ്ചകളിലൂടെയാണ്. ഏതായാലും ബേക്കൽ വരെയുള്ള യാത്ര എന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, ന്യൂസ് 18.